വി.ഡി. സതീശന്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വീഡിയോകളും ദൃശ്യങ്ങളും അടക്കം സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്ന ഹുസൈൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് വി.ഡി. സതീശനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് തോന്നിയവാസമാണോ? വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഒപ്പം ഒരു ഔദ്യോഗിക പരിപാടിയിൽ നിൽക്കുന്ന ഒരു ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. എല്ലാ മാധ്യമ പ്രവർത്തകരും ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ അടക്കം ഉദ്യോഗസ്ഥ സംവിധാനം നിരീക്ഷിക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നവർ ആരാണ് എന്നത് സംബന്ധിച്ച് പോലീസ് സംവിധാനം നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ക്ലബ്ബ് പരിപാടിയിൽ ഒരു മന്ത്രി വരികയാണെങ്കിൽ സ്ഥലം പോലീസുകാർ വന്നത് അന്വേഷിക്കും, അവിടെ ആരൊക്കെ പങ്കെടുക്കുമെന്നത് അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകില്ലേ? എന്താണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, എന്തിനാണ് ഇയാൾ ഒരു ആംബുലൻസ് കൈമാറ്റം ചെന്നപ്പെട്ട ഒരു പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇയാൾക്ക് എന്താണ് ഇതിൽ ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കില്ലേ എന്നൊക്കെ അന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത്രയധികം സ്വാതന്ത്ര്യത്തോടു കൂടി മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഇടപഴകുന്ന ഒരാൾ ഒരു MDMA മൊത്ത കച്ചവടക്കാരനാണ് എന്ന വാർത്ത വരികയും ഈ സർക്കാരിന്റെ പോലീസ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ആൾ MDMA കേസിൽ അറസ്റ്റിൽ എന്ന വാർത്ത പങ്കുവെക്കുന്നത് തോന്നിയവാസമാണോ? അതെങ്ങനെയാണ് തോന്നിയവാസമാവുക? ഇത്തരം തോന്നിയവാസികളുമായി ബന്ധമുണ്ടാകുന്നത് എങ്ങനെ എന്നതല്ലേ ആ സമയത്ത് ചിന്തിക്കേണ്ടത് എന്നുണ്ട്. 7 ജില്ലകളിൽ ഇടനിലക്കാരുള്ള മൊത്തക്കച്ചവടം 4 തവണ ഈ മാസം തന്നെ നടത്തിയിട്ടുള്ള ഒരു MDMA കച്ചവടക്കാരൻ എന്ന തോന്നിയവാസിയുമായി എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായത്? ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ഒരുപക്ഷെ ബന്ധമുണ്ടാകുന്നത്, പക്ഷെ ആ വാർത്ത തമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സൗകര്യം ഉണ്ടാക്കിയെടുക്കലാണ് എന്ന വിമർശനം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇനി ഈ കണ്ടന്റ് മാത്രം ഇപ്പം നമ്മുടെ ചർച്ചകളുടെ അടക്കം 1 മണിക്കൂറിൽ താഴെ ആ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. TG മോഹൻദാസിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടാത്തതുമായി ബന്ധപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചു. അർജുൻ ആയങ്കി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടിട്ട പോസ്റ്റ് ഇപ്പോഴും അർജുൻ ആയങ്കിയുടെ ഇൻസ്റ്റഗ്രാമിൽ കിടക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ കാപ്പ കേസടക്കം ചുമത്തണമെന്ന് കേരളത്തിന്റെ പോലീസ് സംവിധാനം വിചാരിക്കുന്ന, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളടക്കം നിയമത്തിന്റെ പരിശോധനയിൽ വരുമെന്ന് P. വിജയൻ പറഞ്ഞ, നാടൊട്ടുക്ക് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച പ്രതി ഇപ്പോഴും അയാളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്ന പോസ്റ്റ് അവിടെ തുടരുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കാർഡ് പങ്കുവെക്കാൻ കഴിയില്ല, ഞങ്ങൾ അതങ്ങ് ഇല്ലാതാക്കി കളയും എന്ന നിലപാടെടുക്കുകയാണ്. ക്രിമിനലുകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം പോലും, ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും, അഭിപ്രായ സ്വാതന്ത്ര്യം പോലും മാധ്യമങ്ങൾക്കില്ല എന്നത്, വാർത്തകൾക്കില്ല എന്നത് ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്നത് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. ഈ ഓട്ടോമേറ്റഡ് സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അടക്കം ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഇന്നലത്തെ സ്മൃതി മാമിന്റെ ഡിബേറ്റ് അടക്കമുള്ള വാർത്തകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഈ IT ആക്ടുമായി ബന്ധപ്പെട്ട് നിരവധി നടപടിക്രമങ്ങൾക്ക് ശേഷമായിരുന്നു മുൻപ് ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നത്. പിന്നീട് വന്ന ഭേദഗതി പ്രകാരമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഡയറക്ഷൻ പ്രകാരം ഇത് നീക്കം ചെയ്യപ്പെട്ടു തുടങ്ങിയത്. കേന്ദ്രത്തിന്റെ ഈ പറയുന്ന ഭേദഗതിയുടെ ദുരുപയോഗമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ കേന്ദ്രം ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങളോ ഭേദഗതികളോ ഒക്കെ ദുരുപയോഗം ചെയ്യാൻ ഇവിടെ ഒരു സംവിധാനം പ്രവർത്തിക്കുകയാണ്. പോലീസ് സംവിധാനം ഡെസ്ക് ഇട്ടിരുന്ന് ആലോചിക്കുകയാണ്, ഉറ്റുനോക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബ്രദർമാർ നമ്മളെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന ഈ കണ്ണുകൾക്ക് താഴെ CCTVക്ക് കീഴിൽ മാത്രം. അതാണ് ഇന്ന് പ്രിയദർശിനി സെൻസർഷിപ്പ് ആണോ എന്ന് DYFI പരിഹസിക്കുന്നതിന്റെ കാര്യം അതാണ്. കാരണം അടിയന്തരാവസ്ഥയിലാണ് ഇത്ര വലിയ സെൻസർഷിപ്പ് ഉണ്ടായത്. അപ്പോൾ അന്നത്തെ ഭരണാധികാരിയുടെ പേരിൽ പുതിയ ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ഇങ്ങനെ ഒരു സെൻസർഷിപ്പ് നടത്തുമ്പോൾ, അന്നത്തെ ആ ഭരണകാലത്തെ അതേ മാധ്യമ സെൻസർഷിപ്പ് ഈ കാലത്ത് നടത്തുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കും. ആ ചോദ്യങ്ങളടക്കം നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾ ഇരിക്കുന്നത് അധികാരത്തിലാണ്, അത് നൽകിയത് ജനങ്ങളാണെന്ന് മറന്നു പോകാതിരുന്നാൽ മതി.